والصلاة والسلام على أشرف رسول الأحوال الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, വിശേഷിച്ച് നമ്മളെ കൊല്ലത്തെ ഖത്തീബ് ഉസ്താദ്, സഫീർ ഉസ്താദ്, പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ഫൈസ് ഉസ്താദ്, എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഞങ്ങളുടെ റായത്തിൽ നേർലഘട്ടിൽ നല്ല സുന്ദരമായ ഒരു പള്ളിയോട് വെച്ചിട്ട് ബഹുമാനപ്പെട്ട ബദരീങ്ങളെ മദഹിച്ചെന്ന ഒരു വിശേഷ സദസ്സായിട്ടിലൂടെ എന്തുകൊണ്ടും ദുആക്ക് ഉത്തരമുള്ള ഒരു ടൈമുമായിട്ട് വന്നിട്ടുണ്ട്. യാറെ ടൈം ചൊല്ലുള്ള ഒരു സൗകര്യമില്ലാത്ത ഒരു അവസ്ഥയിലായിട്ടിക്കത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ മദഹിച്ചെന്നതിൽ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാദിലുള്ള സർവ്വ രോഗങ്ങളെയും പൂർണ്ണമായി ശിഫയാക്കിയിട്ട് ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബദരീങ്ങളെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഞങ്ങളുടെ പരിശുദ്ധ ഇസ്ലാമുകാരായിട്ട് യുദ്ധാക്കിയപ്പെടുത്തതായ ഒരു 313 ശുഹദാക്കൾ, എതിർപക്ഷത്തിലുള്ളതായ ആയിരക്കണക്കായ ആൾക്കാർ, കുറഞ്ഞിട്ട് 1000 ചെല്ല എല്ലാ ഉടമ്പടിയോടുകൂടെ സർവസജ്ജീകരണത്തോടുകൂടെ അതാ യുദ്ധത്തിൽ വന്നപ്പ ബഹുമാനപ്പെട്ട ബദരീങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 313 സ്വഹാബിമാരും എന്തൊരു ആയുധമില്ലാതെ, ഒരു ബേനായ പോലത്തെ ഒരു സെറ്റിംഗും ഇല്ലാതെ, വെറും അല്ലാഹു അക്ബർ എന്നുള്ള പരിശുദ്ധ തൗഹീദിൽ കലിമയല്ലാതെ വേറൊന്നും ചൊല്ലുന്ന പോലത്തതായ ആയുധമില്ലാതെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഇഖ്ലാസോടുകൂടെ അതാ പോരാടിയ കാരണം കൊണ്ടിട്ട് ഇന്ന് ഞങ്ങളുടെ പള്ളിയിലും ഞങ്ങളുടെ മദ്രസയിലും ഞങ്ങളുടെ എല്ലാ ജാഗിലും പരിശുദ്ധ ഇസ്ലാമിനെ തുറന്നിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ സാധ്യമായത്. ഇന്ന് ഞങ്ങൾ ബദർ യുദ്ധമോ ഉഹദ് യുദ്ധമോ ഒന്നും ആക്കേണ്ടതില്ല. പക്ഷേ ആ മഹാന്മാർ ആക്കിയതായ ആ ഭയങ്കരമായ ആ സംഭവ, ആ വികാസങ്ങൾ, ആ ചരിത്രങ്ങൾ, അതൊക്കെയും ഞങ്ങളുടെ മക്കളും പഠിച്ചിട്ട് ആ മഹാന്മാരോട് എല്ലാ ടൈമിലും ഞങ്ങളെ മഹബത്ത് വെക്കേണ്ടതായ ഒരു വലിയ ഒരു ചുമതല അത് ഞങ്ങൾ ആക്കിയിട്ടേ തീരണായിട്ടിക്കട്. ആരായിട്ടിക്കട് ബദരീങ്ങൾ സഹോദരന്മാരെ, ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ബില്യാസിലെ ചൊല്ലത്തിക്കോ നാളിത് ചൊല്ലുക അധിക പ്രസംഗമേ പോലെ കാട്ടുന്നൊക്കെ വിശാലമായിട്ട് ഉസ്താദ് ആളുകളെ ചൊല്ലലുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മട്ട ജിബ്രീൽ അലൈഹിസ്സലാം അതാ നസലൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് കേൾക്കുക, യാ ഹബീബ് യാ റസൂലല്ലാഹ്, ബഹുമാനപ്പെട്ട നബിയേ, നിങ്ങളിൽ സുമാർ സ്വഹാബിമാരുള്ളവരല്ലേ, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഹാബിമാർ ആരെന്ന് കേട്ടപ്പ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, അത് ബഹുമാനപ്പെട്ട ബദർ യുദ്ധത്തിൽ കൂടിയിട്ട് ബദരീങ്ങൾക്ക് സഹായിച്ച ബദർ യുദ്ധം നടത്തിയ ആ ബഹുമാനപ്പെട്ട 313 സ്വഹാബിമാരില്ലേ, അങ്ങനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായ സ്ഥാനമുള്ളേത് ചൊന്നപ്പ ബഹുമാനപ്പെട്ട മലക്കുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലു, അങ്ങനെയാ എങ്കിൽ ആ ബദരീങ്ങളെ സഹായികളായിട്ട് ബദരീങ്ങളെ സഹായിക്കൊണ്ട് കൊടുത്ത് ഹിദ്മത്ത് ചെയ്യാൻ വന്നതായ ആ ബഹുമാനപ്പെട്ട ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന തലകെട്ടി കെട്ടിട്ട് നല്ലതാ ഡ്രസ്സോടുകൂടെ കമീസോടുകൂടെ വന്ന ബദരീങ്ങൾക്കായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനായിട്ട് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നപ്പ ജിബ്രീൽ അലൈഹിസ്സലാം വാപ്പാസ് ചൊല്ലി ആ ബദരീങ്ങളിൽ പെട്ടതായ ആ മലക്കുകൾ സഹായിച്ച മലക്കുകളിൽ ഏറ്റവും സ്ഥാനമായിട്ട് കിടണ്ട് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരു നാൾ നബിയോട് ജിബ്രീലും പൊങ്കൾ വിചാരം ആ വേറെ കൊണ്ടെന്താമേ. ഇതായിട്ട് ഞങ്ങൾ ബദർമാലിൽ ചൊല്ലുന്നത്. ഞങ്ങൾ ബദർമാലും മൊയ്തുമാലും സൈദുന്ന പോലെ എല്ലാവരും മറന്നുപോയില്ല. പണ്ടത്തെ ഉമ്മമാർ മക്കളെ ആട്ടുമ്പോ വരക്കൊണ്ട് പാടിയ പാട്ടായിട്ട് ബദർമാരും മഹീദ്യന്മാരും അങ്ങനെയുള്ളതായ മാലകളെ കൊണ്ടിട്ട് ഹദീസ് തെളിയിക്കുന്നതായിട്ട് സഹോദരന്മാരെ ആ മാലകളെ കൊണ്ട് ഉദ്ദേശിച്ച അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ബദരീങ്ങളും പിടിച്ചെങ്കിൽ ബദരീങ്ങളെ പിടിക്കുന്നത് യാതൊരു പേടിയുമില്ല സഹോദരന്മാരെ. കാരണം അതിൽ ഒന്നാമത്തെ ആള് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായെങ്കിൽ രണ്ടാമത്തെ ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിട്ട്
മൂന്നാമത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽ യുദ്ധത്തിൽ പോയിട്ടില്ലെങ്കിലും ബദരീകൾക്കുള്ള സ്ഥാനം ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്നു. നാലാമത്തെ ആൾ അലി റളിയല്ലാഹു അൻഹു ആയിട്ടില്ലേ. ഇങ്ങനത്തെ ബഹുമാനപ്പെട്ട ബദരീങ്ങൾ അങ്ങനെ തന്നെ എപ്പോഴും ഞങ്ങൾ ബഹുമാനിച്ചിട്ട് അങ്ങനെ വേണമായിട്ട് ഫാത്തിഹ ഓതിയിട്ട് അങ്ങനെ ബർക്കത്ത് ഞങ്ങൾ എടുക്കുകയും ഞങ്ങൾ കടമയായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബദരീങ്ങളെ വിഷയത്തിൽ സ്വന്തം കണ്ടിരുന്നത് ഞങ്ങൾ മൗലൂദ് കിതാബിലെ കാണില്ലേ. എത്ര സംഭവങ്ങളായിട്ട് ഇപ്പൊ ബദരീങ്ങൾ വിഷയോട് ചെന്ന് ഞങ്ങൾ അറബി പഠിക്കാത്തത് കൊണ്ട് ബന്ധമില്ലാണ്ടല്ലാതെ ബഹുമാനപ്പെട്ട ബദരീങ്ങളെ കറാമത്തായിട്ട് ചെന്ന് സഹോദരന്മാരെ ഒരാൾ ഹജ്ജിക്ക് പോയിട്ട് ഹജ്ജിക്ക് പോകുമ്പോ അയാളാക്കിയ സ്വരന്തര് അവർക്കുള്ള പൈസയും ബംഗാരം വെച്ചിട്ട് പതാ ഹജ്ജിക്ക് പുറത്തായിട്ട് പോയിട്ട് ബഹുമാനപ്പെട്ട ആ ഹാജാർ ഹജ്ജിക്ക് പോയ വിഷയം കേട്ടപ്പോ വലിയ പണക്കാരല്ലേ, പ്രായത്തുള്ള കള്ളന്മാർ ഹാജാറ് പോയിട്ട് ആറുമില്ല അവത്തുകൊണ്ട് മനസ്സിലേക്ക് കൊണ്ടിട്ട് അങ്ങേതാ ഹാജാറ് പോയി പിന്നെ അവത്തു വന്നിട്ട് പത്തിക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവത്തുള്ള ആൾക്കാരുള്ള പോലുള്ളതായ ഭയങ്കരമായ ശബ്ദം കേട്ടിട്ട് അതുപോലെ അങ്ങാതാ പേടിച്ചിട്ട് മടങ്ങിപ്പോയവരുടെ ആൾക്കാരുള്ള വംശമുണ്ടോ രണ്ടാമത്തെ നാല് വന്നെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ സക്സസ് ആവാൻ സറാണ്ട് വ്യാപിച്ചിട്ട് പിറ്റേന്ന് ജാവന്നപ്പം സുബ്ഹാനല്ലാഹ് അവത്തുള്ള പിന്നെയും പഴക്കം ബാലും അത് പരിചയം ഇങ്ങനെ അടിക്കുന്നതും പിടിക്കുന്നതും ശബ്ദം കേട്ടൊക്കെ പിന്നെയും പോയത്. മൂന്നാമത്തെ നാള് വന്നപ്പോ ഇതേ അവസ്ഥയായിട്ട് എന്റെ സഹോദരന്മാരെ അങ്ങനെ അങ്ങ് വ്യാഴ്ചകളെ സുബ്ഹാനല്ലാഹ് ഇനി ഞങ്ങൾക്ക് ഈ സ്വറ സാധ്യയില്ല, ഈ അവത്തിനുള്ളിൽ പ്രവേശിക്കണോ സാധ്യയില്ല. ഇവിടെ ഭീകിട്ടിട്ടുണ്ട്, എല്ലാ ജാഗലും ഭീകിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ എന്താ ഒരു അത്ഭുതം നടന്നുകൊണ്ടുണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് കല്ലനാഥ യജമാന ചെന്നാ ഇപ്പൊ ഞങ്ങൾ ഈ അവത്തിൽ പൊക്കിയൊന്ന് ഞങ്ങൾ തടിയെ കിട്ടല. അതുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ആചാരം വന്നപ്പോ എന്തോ അതാ വിഷയം കേട്ടുക അവത്തുള്ളതായ വിഷയം ഉണ്ടാക്കിട്ട് വെച്ചത് വേണ്ടി കേട്ടുവാണ്ട് ആചാര മക്കത്ത് കൊണ്ട് വന്നിട്ടുള്ള കാത്തർ സഹോദരന്മാരെ അങ്ങനെ ഹാജാർ വന്ന് അച്ഛല്ല കഴിഞ്ഞിട്ട് വന്നപ്പോ കേട്ടത് എന്തിനാ നീ അവത്തിലെ അവസ്ഥ നീ അവത്തിലെ ആരുങ്ങളെ അപ്പോൾ നിയമത്തില്ല ഞാനിപ്പോ മാറിക്കില്ല ഞാൻ എല്ലാം പിന്നെ മക്കളെ പോയിട്ടായില്ലേ പിന്നെ അവത്തിൽ ബീജിട്ട് പോയതല്ലേ നീ കണ്ടിട്ടില്ലേ അല്ല ഹാജാര വിഷയം ഇങ്ങനെയെന്നല്ലോ ഒന്നല്ലേ ഞങ്ങൾ എപ്പോഴും വന്നിട്ട് നോക്കുമ്പോ അവത്തിലുള്ള ആളിനെ പോലെ കണ്ടോണ്ടിട്ട് എന്തൊരു വിഷയ ചൊല്ലപ്പോ ഹാജാർ ചൊല്ലു അവിടെ ബഹുമാനപ്പെട്ട ബദരീങ്ങളെ പേര് അതെ ഞങ്ങളെ ഫസ്റ്റ് ഡോറിന്റെ മേലെ ഇങ്ങനെ ബദരീങ്ങളെ പേരെഴുതി പിടിച്ചിട്ടുണ്ട്. ബദരീങ്ങളെ കാവലായിട്ടിട്ട് പരിശുദ്ധ ഖുർആന്റെ ആയത്തും അവിടെ എഴുതി വെച്ചിട്ട് പോയില്ലേ. അപ്പൊ ഞങ്ങൾക്ക് മെയ്യായിട്ട് ആ ബദരീങ്ങളായിട്ടിവിടെ കാത്തു ഇങ്ങനത്തെ എത്ര സംഭവങ്ങൾ സഹോദരന്മാരെ ബദരീകളെ സംബന്ധിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ടൈമെടുക്കുന്ന യോജിച്ചതല്ല ഇൻഷാ അല്ലാഹ്. ഇതിനൊക്കെ പുസ്തകത്തെക്കുറിച്ചുള്ള ആ ബദരീങ്ങൾക്ക് എന്ത് ദോഷാദ്യങ്ങളും ഒരു സഹാബിയാക്കി തപ്പട വിഷയം വിവരണയാക്കുമ്പോ അങ്ങനെ അത് ബാലത്തിട്ട് ആ സഹാബിനെ നാം കൊത്തട്ട ഹാത്തിനെ അഴുത്തം ചൊല്ലതായ സഹാബ് അവിടെ നിന്ന് വലിയൊരു തപ്പുസറാക്കിയത് കണ്ടിട്ട് ആ ബഹുമാനപ്പെട്ട സഹാബിനെ കൊല്ലണമെന്ന് പറഞ്ഞായപ്പോ ചൊല്ലപ്പോ എന്തിനൊന്നും നീ ചൊല്ലേ ഇയാൾ ബദറിൽ പങ്കെടുത്തതായ ബദറിൽ കൂടിയതായ ആളായിട്ടില്ലേ. അതുകൊണ്ടിട്ട് ബദരീങ്ങൾക്ക് അല്ലാഹു എല്ലാം വിട്ടുകൊടുത്തതായിനെയാക്കുന്ന സർവ്വം വിട്ടുകൊടുത്തതാന്റെ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നെങ്കിൽ ആ ബദരീങ്ങൾ ഞങ്ങളെ പള്ളിയിൽ ബദർ പള്ളിയായിട്ട് ബദരീങ്ങളെ കാവൽ എപ്പോഴുണ്ട്. എല്ലാ ടൈമിലും ഞങ്ങൾ ബദരീങ്ങളെ കുറിച്ചിട്ട് പോയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ വിഷയവും പൂർണ്ണമായി വിജയിച്ചിട്ട് ഞങ്ങൾ എല്ലാ കാര്യവും പൂർത്തിയായിട്ട് കിട്ടുമെങ്കിൽ യാതൊരു സംശയമില്ല. അല്ലാഹു ഞങ്ങൾ മഹാന്മാരെ ബഹുമാനിച്ചിട്ട് ജീവിച്ചിട്ട് അവസാനം മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൽ കലിമ മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.